അപ്പോൾ ഇന്ന് വാനകരത്തേനെ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ രാവിലെ നേരത്തെ എത്തി. മീനും കുറച്ച് മലക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെയാലും ഇവിടെ നിന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ സൈഡിൽ നിന്ന് ഉണ്ട്. അവിടെ എല്ലാം മലക്കറികളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ മീനുണ്ട്. ഇവിടെ അതിൻ്റെ ഇതൊക്കെ ഇട്ട് വിൽക്കുന്നുണ്ട്. വീട്ടിലത്തെ വാഷിംഗ് പൗഡർ അതെല്ലാം ഉണ്ട്. നമുക്ക് എങ്ങനെയാലും അങ്ങോട്ട് ഉള്ളിലോട്ട് പോകാം. ഇവിടെ മാങ്ങ, ചക്ക എല്ലാം ഇവിടെ ഇട്ട് വിൽക്കുന്നുണ്ട്. ഒരു സൈഡിലാണെങ്കിൽ എല്ലാവരും മീൻ വെട്ടുന്നുണ്ട്. ഒരു സൈഡ് ഫുള്ളായിട്ട് മീൻ വെട്ടുന്നതാണ്. എവിടെ ഉണ്ടല്ലോ ചക്ക, ബാഗ്, ചക്കയൊക്കെ ഉണ്ടല്ലോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പഴുത്ത ചക്കയാണല്ലോ എല്ലാം. നമുക്ക് നോക്കാമല്ല. രാവിലെ നല്ല വെയിലും ഉണ്ട്. ഇവിടെ എല്ലാം ഈ സൈഡിന് കണവുണ്ട്. അല്ലേ, കണവ കത്തി വെച്ചിരിക്കുന്നില്ല. ഇവിടെ എല്ലായിടത്തും ഉണ്ടല്ലോ. നമുക്ക് വാങ്ങിക്കാം, അങ്ങോട്ട് പോവാം. അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓട്ടിച്ചൊന്ന് കാണിക്കാം. നമുക്കെല്ലാം ഒന്ന് നോക്കി അങ്ങനെ പോവാം. മാങ്ങ, പേരയ്ക്ക. അപ്പോൾ മാർക്കറ്റ് ആ സൈഡാണ്. അന്ന് വന്നപ്പോൾ നമ്മൾ ആ സൈഡാണ് വന്നത്. പിന്നെ രാവിലെ കണ്ടില്ലേ ഭയങ്കര ട്രാഫിക്കാണ്. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ട്രാഫിക്കാണ്. അപ്പോൾ ഒരു സൈഡ് ഫുള്ളായിട്ട് മീൻ വെട്ടുന്ന ആൾക്കാരാണ്. ഓരോരു മീൻ വെട്ടുന്നതിന് 10 രൂപ 20 രൂപ കൊടുക്കണം. പിന്നെ കണ്ടില്ല കടല, നമ്മുടെ കപ്പലിനെയാണിത്. ഇത് മധുരവായ ബ്രിഡ്ജ്, നമ്മുടെ കോയമ്പേട് പോകുന്ന ഈ റൂട്ടാണ് വരുന്നത്. നമ്മുടെ മരിച്ചിനി 1.5 കിലോ 60 രൂപ. 1.5 കിലോ 60 രൂപ. നമ്മുടെ നാട്ടിൽ 1 കിലോ വന്ന് 50 രൂപ. ഇത് 1.5 കിലോ 60 രൂപ. ഇല്ല നമുക്ക് നോക്കാം. നല്ല കപ്പയല്ലേ. തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാം. അപ്പോൾ നല്ല മരിച്ചിനി ഒന്നുണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു. 1.5 കിലോ 60 രൂപയാണ്. 2 കിലോ ഉള്ളി വന്ന് 100 രൂപ. ഉരുളക്കിഴങ്ങ് 40 രൂപ. പിന്നെ ഉള്ളിയുണ്ട്. വീട്ടിലത്തേക്ക് സാധനങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആണ് തക്കാളി എല്ലാം 3 കിലോ 100. ഉള്ളിയൊക്കെ 3 കിലോ 100. മീൻ വെട്ടുന്ന പിച്ചാത്തികളെ വാള് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ പൊട്ടിക്കുന്ന വാളുണ്ടോ? മീനൊക്കെ ഇറക്കണ ഇതെല്ലാം ഉണ്ട്. മീന് അതല്ലേ, അതൊക്കെ മീൻ വെട്ടാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ചക്കയുണ്ട്. ചക്കയൊക്കെ എത്രയും നോക്കാം. നമുക്ക് നാട്ടിലൊക്കെ ചക്കയൊക്കെ നമുക്കൊന്ന് വേണ്ടാതെ ഒക്കെ പറയണത്. നല്ല ചക്കയാണല്ലോ. എല്ലാം വിളഞ്ഞ ചക്കയാണ്. അക്കാ ഒന്നാളോ അക്കാ കിലോ 30 രൂപയാണ്. ഒരു കിലോ 30 രൂപ. അപ്പോൾ ചക്ക വന്ന് 1 കിലോ 30 രൂപയാണ്. നമുക്കിവിടെ ചക്കകൾ വേണ്ട. പിന്നെ ഒരു കാര്യം ബേസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് നമ്മുടെ കേരളത്തിനെക്കാട്ടി കൂടുതൽ ചെന്നൈയിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഈ മലക്കറികൾ, പച്ചക്കറികൾ, വീട്ടു സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിക്കാൻ ഏറ്റവും കൂടുതൽ ലാഭം ഇവിടെയൊക്കെയാണ്. പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് ലൂസിന് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. അവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിറ്റൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ കിറ്റൊക്കെ നിർത്തലാക്കി. ഇപ്പോൾ കിറ്റൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എല്ലാം വാങ്ങിക്കാം. പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ ഈ സൈഡ് ഫുള്ള് ഭയങ്കര റഷാണ്. ഞായറാഴ്ച ആകുമ്പോൾ മാത്രമാണ് ഇത് ഇങ്ങനെ വരുന്നത് മാർക്കറ്റ്. തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇതാണല്ലോ വീട്ടിൽ നമുക്ക് എപ്പോഴും മെയിനായിട്ട്. പിന്നെ ഉള്ളത് ഫ്രൂട്ട്സ്, നാരങ്ങ എല്ലാം വെച്ചിട്ടുണ്ട്. നിറയെ ഷോർട്ട് കട്ടുകളുണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാനൊക്കെ.
അപ്പോൾ ഈ കാണുന്ന അവിടെ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കാനും പിന്നെ മീൻ വാങ്ങിച്ചിട്ടൊക്കെ നേരെ തിരിച്ചു പോകുന്നതാണ്. അതാണ് ഇത്രയും റഷ് ഫുള്ളായിട്ട്. നമ്മുടെ പുളി, വെളുത്തുള്ളി, ഒരു കിലോ 100 രൂപയാണ് പുളി. നമ്മുടെ മീൻ വാങ്ങിക്കുന്ന എൻട്രൻസ് ആണ്, വാനകരം മാർക്കറ്റിൻ്റെ എൻട്രൻസ് ആണ് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ആ സൈഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഈ സൈഡിൽ നിന്ന് തന്നെ അകത്തോട്ട് കയറാം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ 1.5 കിലോ 60 രൂപയൊക്കെയാണ് പറയണത്. ഇത് തന്നെ മീൻ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് 2 എൻട്രൻസ് ഉണ്ട്. അതുവഴി വരെ ഇതുവഴി വരെ ഇത് തിരിച്ചിറങ്ങുന്നതാണ്. നമ്മൾ അപ്പുറത്തെ വഴി കൂടെ തന്നെ കയറാമെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ സൈഡിലൊക്കെ മീനൊക്കെ ഇട്ട് വെട്ടുന്നുണ്ട്, മീൻ വാങ്ങിക്കാം. ഓഹോ, ഇവിടെ മീൻ വെട്ടുന്ന സ്ഥലമുണ്ട്.